ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ലൈമിൻ്റെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ലൈമിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ലൈം തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ലൈം ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലൈം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ലൈം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അതാണ് 2 ചെറുനാരങ്ങയുടെ നീരൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നാരങ്ങ നീര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തേങ്ങ ചിരകിയതാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് പകരം തേങ്ങാപ്പാൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ഈ ഒരു നാരങ്ങ വെള്ളത്തിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. തണുത്ത വെള്ളമൊന്നുമല്ല കേട്ടോ, സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്ന് അരിഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് കസ്കസ് കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തേങ്ങയും പഞ്ചസാരയും ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്ത് ആ ഒരു വെളിച്ചെണ്ണ ഒരു പാട പോലെ കെട്ടി കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ വെള്ളത്തിൽ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കുന്നത്. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഐസ് ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ അവസാനം മുകളിൽ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ലൈം. നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ആ ഒരു പുളിയും മധുരവും അതേപോലെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ, തണുപ്പും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടിപൊളി നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.